ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിണിത ഫലങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ സാലറി വെട്ടിക്കുറക്കാനുള്ള ഒരുക്കത്തിലാണ്. സ്റ്റാഫുകളുടെ സാലറി വെട്ടിക്കുറക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പുതുതായി നൽകിയ അഭിമുഖത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്റ്റേജ് വിട്ട് കഴിഞ്ഞാൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് സഹായങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല എന്ന കാര്യം കൂടി അഭിക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യൻ ഫുട്ബോളിൽ ചില ക്ലബ്ബുകൾക്ക് അവരുടെ സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും അത്തരത്തിലുള്ള സഹായങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല. ISLന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ കൂടുതൽ കാലം മുന്നോട്ട് പോയാൽ ചില കടുത്ത തീരുമാനങ്ങൾ ക്ലബിന് എടുക്കേണ്ടി വരും. ആ പോയിന്റിലേക്ക് ഞങ്ങൾ എത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഭാവിയിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അക്കാദമികൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അഭിക് ചാറ്റർജി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ISLന്റെ അൺസർട്ടനിറ്റി കാരണം പല ക്ലബ്ബുകളും കടുത്ത തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം പലരും ക്ലബിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റുകൾ ഒക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സും ഭാവിയിൽ അങ്ങനെ ചെയ്തേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ISL നടക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ കല്യാൺ ചൗബെ ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.